ഹായ്, ഇത് റിൻസി. എവിടെയൊക്കെ പോകാനുള്ള പരിപാടി? എങ്ങോട്ടാ റിൻസി യാത്ര? ഹായ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാൻ പറഞ്ഞില്ലേ ഇനി മുതൽ നമ്മൾ ചെറിയ ചെറിയ വിശേഷങ്ങൾ കൂടി വ്ളോഗിൽ കൂടി കാണിച്ചു തരാന്ന്. അപ്പൊ വെക്കേഷൻ ആയിട്ട് ഇപ്പൊ ഇത്രയും ദിവസമായി പെരുന്നാളായിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടില്ല. വെക്കേഷൻ തുടങ്ങിയിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടില്ല. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ 2-3 ദിവസം നിൽക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ എല്ലാരും വീട്ടിലേക്ക് ഇരിക്കും അല്ലേ. വീട്ടില് വിശേഷം കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, കാരണം വീട്ടിലിപ്പൊ ആരും ഇല്ല. നാത്തൂമാരും വെക്കേഷനൊക്കെ ആയിട്ട് ഓരോ വീട്ടുകളിലൊക്കെ പോയിക്കണേണ്. പിന്നെ ഞാൻ വരുമ്പത്തേക്കും എല്ലാരും വരും. ഞാൻ വീട്ടിലുള്ള വിശേഷം കാണിച്ചുതരാം. അപ്പൊ എന്റെ വീട്ടിലേക്ക് പോണ വഴിയൊന്നും വേണ്ടല്ലോ ഇരിക്കാൻ. ഓവറാക്കി ചെലവാക്കണ്ട. കറക്റ്റ് ആയിട്ട് എന്റെ വീട്ടിൽ വരാനാണോ? ഇനി മുതലാളിനെ പിന്നെ എങ്ങനെ നിക്കും മുതലാളി? മുതലാളിക്ക് മറ്റേ കൂടെ അയക്കും. ബോട്ടും കിട്ടി ചങ്ക ചക്ക കള്ള കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. അപ്പൊ വാ ഇറങ്ങ്, എനിക്ക് പോയിട്ട് നിങ്ങളാക്കിട്ട് തിരിച്ചു വരാനുള്ള. എനിക്ക് വേഗം വരാനുള്ളന്ന് അവന് വന്നാ നിങ്ങക്ക് അങ്ങോട്ട് പോവാതിരുന്നോടെ നിൽക്കൂലേ? അതന്നെ കൊള്ളാമോ? ഇതിന്റെ പഴയ ഔട്ട്ഫിറ്റ് ഒക്കെ ഞാനിപ്പോ മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുത്തിട്ട് ചെയ്തോണ്ടിരിക്കണ്ട. മക്കള് വർക്കിംഗ് ഡ്രസ്സ് എന്താന്നറിയാം, അവിടെ ചെല്ലുമ്പോ തന്നെ ഇവർക്ക് ഓടിച്ചാടി കളിക്കണം. പിന്നെ ചെന്ന പാടി ഉടുപ്പ് മാറ്റേണ്ട, അതെവിടെയും ഇതെവിടെയാണ്. അപ്പൊ അതിനെ നല്ലത് വീട്ടിൽ പോണതിന് മുമ്പ് മേലൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയാ കൊണ്ടുപോകണം. ഞാൻ അവിടെ ചെന്റെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് കാണിച്ചെടുത്താന്നൊക്കെ. എന്റെ വർക്കിംഗ് ഡ്രസ്സാണ്. വർക്കിംഗ് ഡ്രസ്സ് ഒരു 1.5 വർക്കിംഗ് ഡ്രസ്സാ. എന്റെ ഉമ്മാരെ നൈറ്റിയൊക്കെ എടുത്താൽ ഇടണേ. അതൊക്കെ ഇടുമ്പോൾ ഇത്രയും വലിയ ആളൊക്കെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അതവിടെ എത്തിയിട്ട് അനുസരം. അപ്പൊ എന്തായാലും പോയിട്ട് വരാം ഗൈസ്. അപ്പൊ വീട്ടിലേക്കൊക്കെ പോകുമ്പോ ഈ പറഞ്ഞ പോലെ സംതിങ് എന്തൊക്കെയോ ഒരു ഫീലൊക്കെയാണ്. ആദ്യമൊക്കെ വെക്കേഷൻ ആവണേന് മുന്നേ ഞാൻ ഇവിടെ ദയാഹർജി കൊടുക്കും. എനിക്ക് നേരത്തെ പോണോട്ടാന്ന് വിടൂല. കുത്തും, അവസരം കിട്ടിയാലൊക്കെ ഞാൻ കുത്തും. പക്ഷെ ഇപ്പാന്ന് പറഞ്ഞാ ഇപ്പൊ ഉപ്പ എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. പാവം ഉപ്പാക്ക് ഞങ്ങളവിടെ ഉള്ളതൊക്കെ ആ ഒരു പ്രസൻസ് ഒക്കെ ഉപ്പ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോയിട്ട് വരാം. ഇന്ന് ഉച്ചക്ക് പോവാൻ നിന്നാണ്, പക്ഷെ ഇന്ന് പിന്നെ അതെ മാക്സിമം വൈകി പോയിട്ട് മാക്സിമം വൈകി വരാം. അതാണ് എന്റെ ഇപ്പത്തെ ഇത്. എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചുതരാം. നമ്മുടെ ഇവിടുത്തെ വിശേഷം നമ്മളെ വീടൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ അല്ലേ? ആയിഷോ വീട്ടിൽ പോണ സമയത്തൊക്കെ ഒരുമാതിരി കിട്ടാം. മുഖമൊക്കെ എന്തായാലും ഇങ്ങനെ ഇരിക്കണം. നേരെ വീട്ടിലേക്കല്ലേ പോണം, ഒരുങ്ങേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഓക്കെ ഇരിക്കാം. കറക്റ്റ് പാട്ട് എനിക്ക് വീട്ടിലേക്ക് പോണ സമയത്തെ ഉപ്പ പറഞ്ഞ് മാർക്കറ്റിൽ കയറിയിട്ട് പോവാൻ വേണ്ടിയിട്ട്. കാരണം വീട്ടിലാരും ഇല്ലല്ലോ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ ഉമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ നാത്തൂനും ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞ് മക്കൾ അത്ര നേരം വിശന്നൊക്കെ ഇരിക്കണ്ടേ, ഞാൻ ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കാന്നുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഉപ്പ നമുക്ക് ഇവിടെ നിന്ന് പൊറോട്ടയും BDF-ഉം ചിക്കൻ 65 പിന്നെ എന്തൊക്കെയോ കറിയൊക്കെ വാങ്ങിച്ചു തന്നിട്ടാ വിട്ടത് കേട്ടോ. വീട്ടിൽ കയറി ചെന്നപ്പോ പക്ഷെ ഡോറൊക്കെ തുറന്നിരിക്കുന്നുണ്ട്. അകത്തേറിയപ്പോ അവളൊക്കെ വന്നിട്ടുണ്ടായിട്ടാ. നാത്തു ഞാൻ വന്നെന്ന് പറഞ്ഞപ്പോ ആന്റെ വീടെത്തും. അപ്പൊ എന്റെ മോൻ കയറിയിട്ട് മക്കളെ നോക്കണേണ്. മക്കൾ ആരെയും കാണില്ല, പക്ഷെ അവളെ കിച്ചണിൽ കണ്ട്. ഞാനും ഓർത്തി ഇവിടെ ആരില്ല, ഇവള് വീട്ടിൽ പോയേക്കണേരുന്നു. പക്ഷെ ഇപ്പൊ നാത്തൂനും മക്കളൊക്കെ ഉണ്ട്. അപ്പൊ എവിടെ കിട്ടും അല്ലേ സുമ? കദീശ്വരി എന്റെ ചാനൽ കുട്ടിക്ക് ബാസ്കറ്റ് ഒക്കെ ഉണ്ട് കയ്യില്. അയ്യോ ബാസ്കറ്റ് ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. ഷോപ്പിങ്ങിന് വളരെ എളുപ്പമുള്ള ഞങ്ങളെ കതി വായിൽ എന്തോ പോയിട്ടുണ്ട്. വർഷം 3 കുട്ടിന്റെ വായിലൊരു സാധനം പോയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. കണ്ടാ ഇത് കാണിച്ചു കൊടുത്തപ്പന്. ഇനി ഒരാളെയും കൂടി കിട്ടാനുണ്ട്. കിട്ടാളെ കിട്ടി. മോനെ എവിടെയായിരുന്നു? മോനെ പോയി എന്താ
ചിക്കൻ ഇല്ല, മട്ടന്റെ തല. എന്റെ നാത്തുന്റെ സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ്. മസാലയൊക്കെ സീനാൻ കണ്ടേ കണ്ടേ കണ്ടേ. കറി മസാലപ്പൊടിയൊക്കെ ഇട്ടാ വിശക്കണം എന്ത് കഴിക്കണം? ലേസാ ഇപ്പൊ കഴിക്കലാനെ മൊത്തം നാളെ കഴിക്കാം. ഇപ്പൊ ആര് വാങ്ങിച്ച ലേസ്? നിന്റെ കാശല്ലേ? കിട്ടിയാ ഇവിടെ മക്കൾ ഉണ്ടാവും അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ കൊണ്ടുവന്ന ഫുഡ് എല്ലാവർക്കും റാത്തായിരുന്നു. പിന്നെ മക്കൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുത്തി വിളമ്പിയൊക്കെ കൊടുത്ത്. എൻ്റെ സൗണ്ട് ഇപ്പൊ മാറിയിരിക്കണം. എന്താ അറിയോ, വീട്ടിൽ വന്നതിനപ്പോ എനിക്ക് ചെറുതായിട്ട് കോൾഡ് ഒക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോ അതായിരിക്കും. സോപ്പിട്ട് ശരിക്കും ഞാൻ ഇവിടെ നിൽക്കണ്ടേ നോക്കണ്ടേ? ആ അതെ ശരിക്കും വേറെ ഗ്യാപ്പ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല എങ്ങനെ കൈയ്യണം അല്ലേ? ഇപ്പൊ കളിച്ചതിന് വന്നാലും ഇങ്ങനെ വാഷ് ചെയ്യണം കേട്ടാ. 5 മാർക്ക് കിട്ടിയാ എക്സാം? എന്താണ് കോയെ? ഇവിടെ വന്നു ഞാൻ പണിയിലേക്ക് കയറി ഗായ്സ്. ഇല്ലാട്ടെ എന്റെ നാത്തൂനെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളെ കൂടെ ഞാൻ നിൽക്കും. ഈ കറി ഞാൻ നന്നായി എന്റെ പേരിടും. അതെങ്ങനെയുണ്ട്? എന്റെ മോനെ ചീത്തായ അവളെ തലയിലിടും. ടെസ്റ്ററാണ് ധരിക്കാക്ക ഉപ്പ ഞാങ്ങളമാരുടെ. പക്ഷെ കഴിക്കൊള്ളാക്ക ഈ വിസിലൊക്കെ വന്നുമ്പോ ഗുഡ്. ചോദിക്കോ എന്ത് രസമൊന്നറിയോ ഗൈസ് എന്റെ വീടൊക്കെ എല്ലാവർക്കും മിസ് ചെയ്തിട്ട്. എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഉമ്മ തീരെ സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര വെൽക്കമിങ് ആയിരിക്കും ഉമ്മ. ഞങ്ങൾ വരുമ്പോഴത്തേക്കും കുറെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നേരെ വരാം, ഡ്രസ്സ് മാറ്റാൻ, ഫുഡ് അടിക്കാം. ഉമ്മാനോട് കുറെ ചെറുവറ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു കഴിഞ്ഞ വെക്കേഷൻ കാലഘട്ടം. ഇനി ഞാൻ പറഞ്ഞില്ല എന്റെ കിച്ചണാണെങ്കിൽ വേറെ എവിടെ വന്നാലും എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. നീ ഇതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും വീട്ടിൽ പോകാൻ നേരമായിട്ടുണ്ടാവും. മിക്സി, പിന്നെ യൂസ് ചെയ്യാത്ത കത്തി, പിന്നെന്താ കയ്യില്, ഇതൊക്കെ എനിക്ക് വശം അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഈ പുട്ട് വേണോ ചേട്ടപ്പുട്ട് വേണോ? ഈ പുട്ടോ ചേട്ടപ്പുട്ട് നിന്ന് മതിയായി, മാറ്റി പിടിക്കാന്ന് വിചാരിച്ചിട്ട്. പുട്ട് ഉണ്ടല്ലേ എനിക്കൊരു വീക്ക്നെസ്. ഇന്നിപ്പോ ഇവിടെ വേറെ എന്തെങ്കിലും നാസ്ത ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. പക്ഷെ സുമി പറഞ്ഞ ഇന്ന് പുട്ട് തന്നെ ഉണ്ടാക്കാം. സുമി പറഞ്ഞ പിന്നെ വേറെ ഒന്നും ഇല്ല. ഇനി ഇപ്പൊ ഞാൻ വീട്ടിലാണ് ഞാൻ പുട്ടല്ലടി ഉണ്ടാക്കണം. രാവിലെ ഉച്ചക്ക് വൈകിട്ട് പുട്ടുണ്ടാക്കും. പാസ്റ്റമോളാണോ മോനാണോ? മോൻ. പാസ്റ്റമോനാ. മറ്റേ പടത്തിലെ പോലെയാണോ സുമി? ഇത് മറ്റേ പടത്തില് ഒരു ഉമ്മ ഉണ്ടല്ലോ, പത്തിരിയും ഇറച്ചെടുക്കട്ടെ അന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ സ്ലൈഡ് ഡേഞ്ചർ കളികളാ എന്റെ മോൻ ഉണ്ടാക്കണം കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് വേണം തിരിക്കാതെ പോവാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും സുമയും കൂടി ഇന്നിട്ട് പെട്ടെന്ന് ഫുഡൊക്കെ റെഡിയാക്കി. ഞങ്ങൾ മെയിൻ ആയതുള്ളൂ പുട്ട്, അതുകൊണ്ട് പെട്ടെന്നായി. ഇക്കാക്കാൻ്റെ ഫോണിൽ എന്തോ ഒരു പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ടായി. അപ്പം എനിക്കത് കാണിച്ചു തന്നെയായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ കൊള്ളാം. എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ടെക്നിക്കലി കുറച്ച് പുറകോട്ടാണ്. ഇയാൾ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. എല്ലാ വേണ്ടതും വേണ്ടാത്തൊക്കെ കണ്ടുപിടിക്കും. എൻ്റെ ഉപ്പ വരുമ്പോഴത്തേക്കും 10-11 മണിയൊക്കെ ആവും. അപ്പൊ ഇക്കാക്കയും ധരിക്കാക്കയും വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന്. എങ്ങനെയുണ്ട് ഇക്കാക്ക? കെട്ടിയോളം ഉണ്ടാക്കിയത് ഞാൻ നല്ലാണെങ്കിൽ ഞാൻ ക്രെഡിറ്റ് എടുക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു. എന്നെ പോലെ ഒരു പാവായോണ്ട് നിങ്ങളെ ഭാഗ്യം.
അതിപ്പോ കാണായിരുന്നു അല്ലേ മോനെ? താനാണ് പറഞ്ഞത്. ഉറങ്ങണം. ആണോ ചേട്ടോ? എല്ലാ ഭർത്താക്കന്മാരോട് ചോദിച്ചാൽ ഭാര്യമാരെ ഉറങ്ങിയാലേ പാവാവും. അങ്ങനെ ഞാനോട് എന്നെ പറഞ്ഞെന്ന് വിചാരിച്ചോടും. സോറി സുമി, ഇത് നിന്നോടായിരുന്നടി. ഞാൻ വെറുതെ എനിക്ക് വേണ്ടാത്ത കയറ്റിപിടിച്ചു. അപ്പൊ നാസ്ത കഴിക്കുമ്പോ നമ്മുടെ കൊച്ചിയിലൂടെ കട്ടൻ ചായ നിർബന്ധമാണ് കേട്ടോ. അതിന് ഞാൻ ചായ കുടിക്കൂല. എനിക്കാക്കും കാക്കും സുമിക്കും കൂടി ചായ കാച്ചി. വിളിക്കുന്നു മക്കളൊക്കെ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ച്. ഇനിയിപ്പോൾ ഞാനും സുമിയും ഉപ്പയും കൂടി ഉള്ളു കഴിക്കാൻ വേണ്ടിയിട്ട്. വരുമ്പോൾ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങളും ഇവരെ കൂടി തന്നെ കഴിക്കാതിരുന്നിട്ടാ. അപ്പോൾ കഴിക്കാൻ പോവാണ്. ബൈ ബൈ. പോവാണോ? ഞാൻ പോയിട്ട് വരാം. ഈ എവിടെ ഉണ്ട് സുമ? അതെ അല്ല, നമ്മള് ഈ ഒക്കെ പോസിറ്റീവ് വൈബാണ് മോനെ. ബാസുമ ധരിക്കാനാക്കി ഇട്ട് വരാം. സുമി ബാഗിൽ ഫോളോ ചെയ്. ബാ ടാറ്റാ. അത് ഭയങ്കര സുന്ദരനായിരിക്കും. ലൈറ്റിൻ്റെ ബൈ ബൈ ബൈ. ഓക്കെ 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 ബൈ ബൈ. ധരിക്കാനാക്കി തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഒരു 10-10:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഉപ്പ വന്ന്. ഉപ്പാക്ക് ഭക്ഷണമൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇക്കാക്ക മക്കളായിട്ട് കളിച്ചോണ്ടിരിക്കണ കേട്ടോ. കളിക്കും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് വലിയൊരു ഇടിയിലേക്ക് അവസാനിച്ച്. ഒരു സൈഡിൽ ഉപ്പ ഫുഡ് കഴിക്കണം, ഒരു സൈഡിൽ വൻ ബഹളവും. എൻ്റെ ഉപ്പാൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഈ ബഹളത്തിൻ്റെ ഇടയിൽ കൂടിയാണ് കേട്ടോ. പാവം എൻ്റെ ഉപ്പ.